വള്ളലാർ ശ്രീ രാമലിംഗസ്വാമികളുടെ അരുൾ പെരും ജ്യോതിയിലെ അടുത്ത അകവലിലേക്ക് നാം പ്രവേശിക്കുന്നു. എൻ ബലം എനത്തൊഴുതു എത്തിനോർക്ക് അരുൾപുരി അമ്പലത്ത് ആടൽ ചെയ് അരുൾ പെരും ജ്യോതി. എൻ്റെ ബലം എന്ന് പറയുന്നത് അരുൾ പെരും ജ്യോതിയാണ്. എനിക്ക് ബലം നൽകുന്നത് വള്ളലാർ സ്വാമികൾ പറയുകയാണ്. എനിക്ക് ഈ ബലം അത്രയും നൽകിയത് അരുൾ പെരും ജ്യോതി എന്ന ആ മഹാശിവസ്വരൂപമാണ്. അപ്പോൾ അരുൾ പെരും ജ്യോതി എനിക്ക് ആവശ്യമായ സകല ബലങ്ങളും നൽകുന്നു. ഇത് വള്ളലാർ സ്വാമി തന്നോട് പറയുന്നതല്ല, മറിച്ച് ഭാരതീയ ജനസമൂഹത്തോട് മൊത്തത്തിൽ പറയുകയാണ്. നിനക്ക് ബലം വേണമെങ്കിൽ, നിനക്ക് ശക്തി വേണമെങ്കിൽ ഈ അരുൾ പെരും ജ്യോതിയെ ആരാധിക്കുക, സാക്ഷാത്കരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ബലമാണ് ജീവിതത്തിൻ്റെ മൗലികമായ ഘടകം. അതായത് ലൈൻ ഓഫ് ഫോഴ്സ് എന്ന് പറയുന്ന ആ ബലം നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഭൗതികവും ആത്മീയവുമായ നേട്ടങ്ങളിലേക്ക് എത്തിച്ചേരാൻ കഴിയുള്ളൂ. നമുക്ക് ഭൗതിക നേട്ടങ്ങൾ വേണമെങ്കിലും നമുക്ക് ബലം, ശക്തി വേണം. ബലമില്ലാതെ, ശക്തിയില്ലാതെ ഒരാൾക്ക് ഒരു ഭൗതിക നേട്ടവും നേടാൻ കഴിയില്ല. അതോടൊപ്പം ആത്മീയമായ ഔന്നത്യം നേടണമെങ്കിൽ ഒരാൾക്ക് ആത്മബലം വേണം. ആത്മബലമില്ലാത്ത ഒരാൾക്ക്, ദുർബലനായ ഒരു വ്യക്തിക്ക് ആത്മീയതയുടെ ഏറ്റവും ഉന്നതമായ പടികൾ കയറാൻ കഴിയില്ല. അപ്പോൾ ഭൗതികവും ആത്മീയവുമായ എല്ലാ നേട്ടങ്ങളുടെയും ആന്തരിക ഭാവം എന്ന് പറയുന്നത്, ലൈൻ ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത്, ആ ബലരേഖ എന്ന് പറയുന്നത് ബലം അഥവാ ശക്തിയാണ്. ബലമില്ലാത്തവൻ തൃണമാണ്, ശക്തിയില്ലാത്തവൻ എല്ലാവരാലും ഭരിക്കപ്പെടുന്നു. അതാണ് ഏറ്റവും വലിയ അവസ്ഥ. നമുക്ക് ശക്തിയില്ല എങ്കിൽ, നമുക്ക് ബലമില്ല എങ്കിൽ നമ്മെ പലരും അടിമകളാക്കി മാറ്റും. ഭാരത ചരിത്രത്തിൽ നമുക്ക് ചിലപ്പോഴെങ്കിലും ഈ താൽക്കാലികമായ പ്രതിഭാസം കാണാവുന്നതാണ്. എപ്പോഴൊക്കെ നമ്മുടെ ഭാരതത്തിൻ്റെ ആത്മബലം നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ കുറവ് വരികയോ ചെയ്യുന്നു, അപ്പോഴെല്ലാം വിദേശ ഭരണം നമ്മെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി നമ്മെ അടിമകളാക്കി മാറ്റിയിട്ടുണ്ട്. ബ്രിട്ടീഷ് ഭരണകാലത്തും ഇത് തന്നെയാണ് സംഭവിച്ചത്. നാം ദുർബലരായി കഴിഞ്ഞപ്പോൾ, നമുക്ക് ശക്തിയില്ല എന്ന് കണ്ടപ്പോൾ അവർ നമ്മുടെ മേലെ അധികാരം സ്ഥാപിക്കുകയും നമ്മെ അടിമകളെ പോലെ മാറ്റുകയും ചെയ്തു. പാശ്ചാത്യ അധിനിവേശം കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ടായിട്ടുണ്ട്, പക്ഷേ അതിലേറെ ദൂഷ്യവശങ്ങളും നമുക്കുണ്ടായി. നമ്മുടെ ആത്മാഭിമാനത്തെ, നമ്മുടെ സംസ്കാരത്തെയെല്ലാം അത് വല്ലാതെ ശോഷിപ്പിക്കുകയാണ് ചെയ്തത്. ഈ തരുണത്തിൽ ഞാനൊരു കാര്യം ഓർക്കുകയാണ്. ആർണോൾഡ് ടോയിൻബിയുടെ ഒരു പുസ്തകമുണ്ട്, സ്റ്റഡി ഓഫ് ഹിസ്റ്ററി എന്നാണ്. ലോക ചരിത്രത്തെ അദ്ദേഹം പഠിച്ചു. അതിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമുക്ക് ഈ സന്ദർഭത്തെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അത് ലോക നാഗരികതകളെ, ഏതാണ്ട് 64ഓളം നാഗരികതകളെ അദ്ദേഹം പഠിച്ചിട്ട് അതിൽ നാഗരികതകൾ എങ്ങനെ നശിക്കുന്നു, എങ്ങനെ പുനരുജ്ജീവിക്കുന്നു, എങ്ങനെ സമ്പൂർണ്ണമായി നാശത്തിന് വിധേയമായി എന്നെല്ലാം പൂർവ്വകാല ചരിത്രത്തിലെ ഏടുകൾ പഠനത്തിന് വിധേയമാക്കിക്കൊണ്ട് ആർണോൾഡ് ടോയിൻബി ഒരു സിദ്ധാന്തം തന്നെ ആവിഷ്കരിച്ചിട്ടുണ്ട്. അതിൻ്റെ പേര് ചലഞ്ച് ആൻഡ് റെസ്പോൺസ് തിയറിയാണ്. നമുക്ക് ഈ ചലഞ്ച് ആൻഡ് റെസ്പോൺസ് തിയറി എന്താണെന്ന് നോക്കാം. ഏറ്റവും ചുരുക്കി മാത്രമേ ഞാനത് പറയുന്നുള്ളൂ. നോക്കൂ, വെല്ലുവിളികൾ ഉണ്ടാകുമ്പോൾ അതിന് പ്രതികരണം ഉണ്ടാകുന്നു. അതായത് നമ്മെ ഒരാൾ ആക്രമിക്കാൻ വരുമ്പോൾ നാം അതിനെ പ്രതികരിക്കും.
നമ്മുടെ പ്രതികരണം ദുർബലമാകുമ്പോൾ നമുക്ക് ജീർണത സംഭവിക്കുകയും നമ്മളുടെ മേൽ അവർ ആധിപത്യം ചെലുത്തുകയും ചെയ്യുന്നു. ടോയിൻബിയുടെ ഈ ദർശനം 19-ാം നൂറ്റാണ്ടിലെ ഇന്ത്യ ചരിത്രത്തിലും അതിനു മുമ്പുള്ള ഇന്ത്യ ചരിത്രത്തിലും ബാധകമാണ്. അദ്ദേഹം പറയുന്നുണ്ട്, അനേകം ലോക സംസ്കാരങ്ങളെ, ഗ്രീക്ക് സംസ്കാരം മുതലുള്ള പല പ്രധാനപ്പെട്ട സംസ്കാര വിശേഷങ്ങളും തകർന്നു പോയത് ഈ ചലഞ്ച് ആൻഡ് റെസ്പോൺസ് തിയറി വെച്ചിട്ട് അദ്ദേഹം വിശകലനം ചെയ്തിട്ട് പറയുകയാണ്, അവരുടെ ആത്മബലം ചോർന്നു പോയതുകൊണ്ട് ആ സംസ്കാരം പാടെ നശിച്ചു പോയി. എന്നിട്ട് അദ്ദേഹം സ്റ്റഡി ഓഫ് ഹിസ്റ്ററിയിൽ പറയുന്ന വേറൊരു ഭാഗം കൂടിയുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഭാരത സംസ്കാരം എത്രമേൽ ആക്രമണത്തിന് വിധേയമായിട്ടും ദുർബലമായിട്ടും അത് പിന്നീട് വീണ്ടും പുനരുജ്ജീവിച്ച് ശക്തി പ്രാപിക്കുന്നതായിട്ട് കാണാൻ കഴിയും. എന്നിട്ട് അദ്ദേഹം ബ്രിട്ടീഷ് ആധിപത്യകാലത്തെ പറ്റിയൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. ബ്രിട്ടീഷ് ആധിപത്യം കൂടുതൽ ശക്തമായപ്പോൾ ഭാരതത്തിൻ്റെ സംസ്കാരം കുറഞ്ഞു വരികയും നശിക്കാറായിത്തീരുകയും ചെയ്തു. പക്ഷേ അപ്പോഴാണ് ഭാരത സംസ്കാരത്തെ ഉയർത്തിപ്പിടിക്കാൻ മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ ഭാരതത്തിൻ്റെ ആത്മാവ് തയ്യാറാകുന്നത്. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നാം എടുത്തു മാറ്റിയ ആത്മീയത വീണ്ടും ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ വളരെയേറെ വികാസം പ്രാപിച്ചു. ഗാന്ധിജിയുടെ മാത്രമല്ല, അതിനു മുമ്പ് രാജാ റാം മോഹൻ റോയ് തുടങ്ങിയ ഒട്ടനവധി മഹാന്മാർ ഈ ഭാരത സംസ്കാരത്തെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ വേണ്ടി തീവ്ര ശ്രമം നടത്തിയവരാണ്. അതുപോലെ യോഗിവര്യന്മാർ, അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ സ്വാമി വിവേകാനന്ദനാണ്. അതുപോലെ മഹർഷി അരവിന്ദൻ, ഏറ്റവും വലിയ വിപ്ലവകാരിയും ഏറ്റവും വലിയ യോഗിവര്യനുമാണ് അരവിന്ദ മഹർഷി. അദ്ദേഹം എഴുതിയ ചില പുസ്തകങ്ങൾ വായിക്കുമ്പോൾ, അതായത് ഭാരതത്തിൻ്റെ പുനർജനനം എന്ന് പറഞ്ഞ അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. നമുക്ക് അതിലെ കുറച്ച് ഭാഗങ്ങൾ നോക്കാം. മഹർഷി അരവിന്ദൻ അമ്മയ്ക്ക് എഴുതിയ അവസാനത്തെ അന്തരാത്മ സന്ദേശത്തിലെ വരികളാണ് നാം കാണുന്നത്. ഞാനത് ആ ദിവ്യമായ വാക്കുകൾ, പ്രവചനാത്മകമായ വാക്കുകൾ, കല്ലിൽ കൊത്തിയ ആ ഒരിക്കലും നശിക്കാത്ത വാക്കുകൾ, ഭാരതത്തിൻ്റെ ആത്മാവ് നാം ഇവിടെ കാണുന്നു. ആ വാക്കുകളിലേക്ക് ശ്രദ്ധിക്കൂ. എല്ലാ രാഷ്ട്രങ്ങളും കാപട്യത്തിലാണ് ജീവിക്കുന്നത്. ഒരു രാഷ്ട്രം ധൈര്യപൂർവ്വം സത്യത്തിനു വേണ്ടി നിലകൊള്ളുകയാണെങ്കിൽ ഈ ലോകത്തെ ആ രാഷ്ട്രത്തിന് രക്ഷിക്കാൻ കഴിയും. അത് മറ്റൊരു രാഷ്ട്രമല്ല, ഭാരതമാണ്. ഭാരതത്തിൻ്റെ ധീരതയാണ്, ഭാരതത്തിൻ്റെ ബലമാണ്. ഈ ബലം ലഭിക്കുന്നത് ആത്മീയതയിൽ നിന്നാണ്. ഈ ബലത്തിൽ നിന്ന്, ആത്മീയത നൽകുന്ന ഈ മഹാബലത്തിൽ നിന്നാണ് സ്നേഹവും കാരുണ്യവും പൊട്ടിമുളയ്ക്കുന്നത്. പതിതരെയും ദുഃഖിതരെയും ആശ്വസിപ്പിക്കാൻ, കണ്ണീരൊഴുക്കുന്നവരെ സാന്ത്വനിപ്പിക്കാൻ ഈ ആത്മബലത്തിൽ നിന്നുണ്ടാകുന്ന സ്നേഹത്തിനും കരുണയ്ക്കും കഴിയും. അപ്പോൾ ഇവിടെ മഹർഷി അരവിന്ദൻ പറയുന്ന ഒരു മഹാസത്യം ഭാരതത്തിൻ്റെ ആത്മാവിനെയാണ് കാണിച്ചു തരുന്നത്. ഭാരതത്തിൻ്റെ ആത്മീയത എന്ന് പറയുന്നത് എന്താണ്? ബലമാണ്, ശക്തിയാണ്. ഈ ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ ദയയ്ക്കും അതേപോലെ സ്നേഹത്തിനും പ്രസക്തിയുള്ളൂ. അപ്പോൾ സ്നേഹവും ദയയും ഉണ്ടാകേണ്ടത് ബലത്തിൽ നിന്നാണ്. ആ ബലമാണ് ഭാരതത്തിൻ്റെ ആത്മീയത. ഇതിൽ പരം ഒരു മഹാസത്യം ഇനി നമുക്ക് മനസ്സിലാക്കാനില്ല. ഭാരതത്തിൻ്റെ മഹാഹൃദയ രഹസ്യം, അതായത് ലൈൻ ഓഫ് ഫോഴ്സ്, ആ ബലരേഖ എന്ന് പറയുന്നതാണ് അരവിന്ദൻ്റെ ഈ വാക്കുകൾ. ഇത് തന്നെയാണ് ആർണോൾഡ് ടോയിൻബി സ്റ്റഡി ഹിസ്റ്ററിയിലും പറയുന്നത്. അദ്ദേഹം പറയുന്നുണ്ട്, ലോകത്തിലെ എല്ലാ നാഗരികതകളും നശിച്ചപ്പോൾ ഭാരതത്തിലെ നാഗരികത മാത്രം നശിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ ഭാവിയെക്കുറിച്ച് ധീരവും മധുരവുമായ പ്രതീക്ഷകൾ വച്ചു പുലർത്തുന്നു എന്നാണ് ആർണോൾഡ് ടോയിൻബി സ്റ്റഡി ഓഫ് ഹിസ്റ്ററിയിൽ രേഖപ്പെടുത്തിയത്. അപ്പോൾ ആർണോൾഡ് ടോയിൻബിയെ പോലെ ലോകചരിത്രം മുഴുവനും
പഠനത്തിന് വിധേയമാക്കിയ ഒരു മഹാൻ പറയുന്ന വാക്കുകൾ എന്താണ്? ഭാവിയെക്കുറിച്ച് ഞാൻ സ്വപ്നം കാണാൻ എനിക്ക് കരുത്ത് നൽകുന്നത് ഭാരതമാണ്. കാരണം ഭാരതത്തിൻ്റെ സംസ്കാരം ഇന്നേ വരെ നശിച്ചു പോയിട്ടില്ല. അത് എപ്പോഴൊക്കെ ജീർണമാകാൻ തുടങ്ങിയോ അപ്പോഴൊക്കെ അത് ഉയർത്തെഴുന്നേറ്റിട്ടുണ്ട്. മറ്റ് പല സംസ്കാരങ്ങളും തകർന്നു പോയപ്പോൾ ഭാരത സംസ്കാരം മാത്രം വീണ്ടും വീണ്ടും ഉജ്ജ്വലിച്ചു വരുന്നു എന്നു പറയുകയാണ് ആർണോൾഡ് ടോയിൻബി. അതുകൊണ്ടാണ് അദ്ദേഹം ഭാവിയെക്കുറിച്ച് മധുരവും ധീരവുമായ പ്രതീക്ഷകൾ വച്ച് പുലർത്തിയത്. അപ്പോൾ രാമലിംഗസ്വാമികളുടെ ആ വീരം എന്ന് പറയുന്നത്, ഞാൻ വീരമാണ്, ആ വീരം എനിക്ക് നൽകിയത് അരുൾ പെരും ജ്യോതിയാണ്. അപ്പോൾ ആത്മീയതയിൽ നിന്നാണ്, അല്ലെങ്കിൽ ബ്രഹ്മ സാക്ഷാത്കാരത്തിൽ നിന്നാണ് ഒരാൾക്ക് ഏറ്റവും വലിയ ധൈര്യം, ഏറ്റവും വലിയ ബലം കിട്ടുന്നതും. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാ, അലക്സാണ്ടർ ചക്രവർത്തിയോട് എൻ്റെ അടുത്തേക്ക് വരുമോ, ജീവിതത്തിൻ്റെ യഥാർത്ഥ സത്യം ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരാമെന്ന് പറയാൻ തക്ഷശിലയിലെ യോഗിവരന് കഴിഞ്ഞു. അതെന്തുകൊണ്ടാണ്? ഭാരതത്തിൻ്റെ ആത്മീയതയെ സ്വന്തമാക്കിയത് കൊണ്ടാണ്. അങ്ങനെയുള്ളൊരു ബലം നാം നേടിയിരിക്കുന്നു. ഈ സമയത്ത് മുരുകയുഗത്തെക്കുറിച്ച് കൂടി എനിക്ക് 2 വാക്ക് പറയേണ്ടതുണ്ട്. കുറച്ച് നീണ്ടു പോകുകയാണെങ്കിലും ക്ഷമിക്കുക. അരുണഗിരിനാഥൻ്റെ ഒരു വേൽ കവിതയുണ്ട്. ആ വേൽ കവിതയിലെ 16 വരികളെ വള്ളിമല തിരുപ്പുകൾ ശ്രീ സച്ചിദാനന്ദ സ്വാമി വേൽമാറൽ എന്നൊരു മഹാമന്ത്രം രചിച്ചുകൊണ്ട് 64 വരികളായി ആവർത്തിച്ച് വികസിപ്പിച്ചിട്ടുണ്ട്. ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല, മറിച്ച് അരുണഗിരിനാഥൻ്റെ ആ 16 വരികളുടെ രത്നച്ചുരുക്കം മാത്രം നമുക്ക് മനസ്സിലാക്കിയിരിക്കുന്നു. കാരണം വേലെന്നുള്ളത് ശക്തിയുടെ പ്രതീകമാണ്. മുരുകൻ്റെ വേല് ശക്തിയുടെ ബലത്തിൻ്റെ പ്രതീകമാണ്. ആ വേലിനെ ആരാധിക്കുന്ന കവിതയാണ് അരുണഗിരിനാഥർ വേൽ വിരുത്തത്തിൽ വിവരിക്കുന്നത്. അത് നമുക്ക് നോക്കാം. അതിനർത്ഥം മാത്രം: തിരുത്തണിയിൽ ജ്ഞാനസൂര്യനായി ഉദിച്ച് അരുൾ പാലിക്കുന്ന മലകളുടെ നാഥ, എൻ്റെ ഹൃദയത്തിൽ നിവസിക്കുന്ന ഭഗവാനെ, മയിൽ വാഹനായ മുരുകൻ്റെ വേലായുധമേ, ഇവിടെ കൊടുത്തിരിക്കുന്ന പ്രശംസാർഹമായ ഈ വാക്കുകൾ അങ്ങ് സ്വീകരിച്ചാലും. ഈന്തപ്പനയെ അനുസ്മരിക്കുന്ന തുമ്പിക്കൈയോടും ചിത്രവേലകൾ നിറഞ്ഞ അലങ്കാരപ്പട്ടുകൊണ്ടുള്ള നെറ്റിപ്പട്ടവും ധരിച്ച മസ്തകജലം പ്രവഹിക്കുന്ന കവിൾത്തടങ്ങളോടും ആകാശപർവ്വതം പോലെ ഗാംഭീര്യത്തോടും കാണപ്പെടുന്ന വെളുത്ത ഐരാവതം എന്ന ഗജരാജനെ വാഹനമാക്കിക്കൊണ്ടുള്ള ഭഗവാൻ ഇന്ദ്രൻ്റെ കാലിൽ ശൂരപത്മനാൽ ബന്ധിച്ച ചെങ്ങലയുടെ പൂട്ട് മുറിക്കുന്ന മൂർച്ചയുള്ള വാളാണ് ഈ ദിവ്യമായ വേൽ. കണ്ടോ? അപ്പോൾ ഇന്ദ്രൻ്റെ കാലിൽ അണിഞ്ഞിട്ടുള്ള ആ ശൂരപത്മനാൽ ബന്ധിക്കപ്പെട്ട ചെങ്ങല, ഇന്ദ്രൻ്റെ കാലിൽ ശൂരപത്മൻ ബന്ധനസ്ഥനാക്കാൻ വേണ്ടി ചെങ്ങല അണിയിച്ചു. അങ്ങനെ ശൂരപത്മൻ്റെ ബന്ധനത്തിൽ കുടുങ്ങി അടിമയായി കഴിയുന്ന ഇന്ദ്രൻ, ആ ഇന്ദ്രന് മോചനം നൽകിയത് ഈ വേലാണ്. അങ്ങനെയുള്ള വേല്, മുരുകൻ്റെ വേല് എന്നെ സഹായിക്കട്ടെ എന്ന് പറയുകയാണ്. അങ്ങനെ കുറേ ഉണ്ട്, ഞാൻ അതിലെല്ലാം വായിക്കുന്നില്ല. നമുക്ക് സമയം കിട്ടുകയാണെങ്കിൽ അരുണഗിരിനാഥൻ്റെ ഈ വേൽവിരുത്തത്തെക്കുറിച്ച് 16 വരികളെക്കുറിച്ച് വിശദമായിട്ട് കാണാം. അതിലവസാനത്തെ വരികളുടെ അർത്ഥം മാത്രം ഞാൻ വീണ്ടും പറയുകയാണ്. കോപാകുലരായ അനവധി അസുരന്മാരെ യുദ്ധകളത്തിൽ പോരാടി തോൽപ്പിച്ച് ശിരച്ഛേദം ചെയ്ത് അറ്റുപോയ ആ തലകൾ നാം പണ്ട് എങ്ങനെയൊക്കെ ജീവിച്ചിരുന്നു, ഇപ്പോൾ ഈ നിലയ്ക്ക് എത്തിപ്പെടാനുള്ള കാരണം എന്തെന്നെല്ലാം ചിന്തിച്ച് സ്വയം പരിഹസിക്കുന്നു. ഇതാണ്
അരുണഗിരിനാഥൻ ആ വേലിൻ്റെ മഹത്വത്തിൽ അവസാനം പറയുന്നത്. അപ്പോൾ അസുരന്മാരുടെ തലകളെല്ലാം അറുത്ത മുരുക ഭഗവാന്റെ ശക്തിവേൽ, ആ ശക്തിവേലാണ് നമുക്കിന്ന് ആവശ്യം. ഓം ശിവായ നമഃ.